അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്കിവിടെ ഊബറിന് ഇപ്പോൾ വന്ന ട്രിപ്പ് തീരെ കുറവാണ്. ട്രിപ്പ് ഇപ്പം മുസ്ലിംസിൻ്റെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ട്രിപ്പ് കുറച്ച് കുറവ്. അതല്ലാതെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഫെയർ തീരെ കുറവ് കേസ്. അപ്പോൾ ഫെയർ ഭയങ്കരമായിട്ട് കുറഞ്ഞപ്പോൾ നമ്മൾ എന്താക്കി, നമ്മൾ ആസ് യൂഷ്വൽ ഫ്ലീറ്റിൻ്റെ വണ്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് റാപ്പിഡോയും നമ്മയാത്രയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതങ്ങനെ ഓടുമായിരുന്നു. അപ്പോൾ അത് ഫ്ലീറ്റിൽ തൂക്കി അവിടെ നിന്ന് നമ്മൾ ഭയങ്കര വലിയ റെൻറ്റ് വന്നു. അപ്പോൾ നമുക്ക് എന്താക്കി, ഊബർ മാത്രം ഓടിക്കഴിഞ്ഞാൽ മുതലാവത്തില്ല. അപ്പോൾ എന്താക്കി, നമ്മൾ വണ്ടി കൊണ്ട് അവിടെ അങ്ങ് സബ്മിറ്റ് ചെയ്ത്. ഊബറിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ക്യാരമിലെ ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമില്ല കേസ്. നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഫെയർ കുറവും അതേപോലെ സബ്സ്ക്രിപ്ഷൻ ഫീ കൂടുതലും. നമ്മൾ റാപ്പിഡോയും നമ്മയാത്രയൊക്കെ ചുമ്മാ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ എന്തുമാത്രം വ്യത്യാസം വന്നു. നമ്മൾ ഫ്ലൈറ്റിൻ്റെ വണ്ടി എടുത്തിട്ട് കുറേ 10 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേക്ക് വലിയ എമൗണ്ട് നമ്മൾ പെനാൽറ്റി ആയിട്ട് നമുക്ക് വരിക. അപ്പം 10 കിലോമീറ്ററിന് വലിയൊരു എമൗണ്ട് വരിക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താക്കി, നമ്മൾ വണ്ടി അവിടെ കൊണ്ടിട്ട് സബ്മിറ്റ് ചെയ്തു കിട്ടും. അവരുടെ ക്യാരമിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല, അവരുടെ സർവീസും അവർ നമ്മളോട് ഡീൽ ചെയ്യുന്നതൊക്കെ പക്കയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഊബറിന് ഭയങ്കര ഫെയർ കുറവായതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജ് ആയപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവിട്ടു വണ്ടി സബ്മിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മളിവിടെ വേറെ കുറേ അല്ലാതെ ഇലക്ട്രിക് വണ്ടിയിലെ പരിപാടിയുണ്ട്. അതാകുമ്പം അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇലക്ട്രിക് വണ്ടി തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഓടാൻ പറ്റുന്നത്. അത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓടുന്ന ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാണല്ലോ. നമ്മയാത്രി, ഊബർ, മേക്ക് മൈ ട്രിപ്പ്, അതെല്ലാം നമുക്ക് പേഴ്സണൽ വേണമെങ്കിൽ 10 കിലോമീറ്റർ ഇല്ലാതെ അതിൽ പ്രീമിയം ട്രിപ്പും കിട്ടും, പ്രീമിയം സെഡാൻ ട്രിപ്പും കിട്ടും. നമുക്ക് ഈ ഊബറിനാണെങ്കിൽ ഊബറിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ തീരെ കുറവും സബ്സ്ക്രിപ്ഷൻ ഫീ ഭയങ്കര കുറവാണ്. ഇതേ സാധനം നമ്മുടെ നമ്മയാത്രയിലാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 20 രൂപയാവുള്ളൂ. 4 ട്രിപ്പിന് മുകളിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ 45 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീ, അല്ലെങ്കിൽ 20 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീ. അതിലാണെങ്കിൽ ഫെയർ ഭയങ്കര കൂടുതലും സബ്സ്ക്രിപ്ഷൻ ഫീ ഭയങ്കര കുറവും. പിന്നെ റാപ്പിഡോയിൽ ഒരുമാതിരി മാന്യമാണ്. റാപ്പിഡോയിൽ പിന്നെ കുറച്ച് ലോക്കൽസ് വരും എന്നുള്ള പ്രശ്നമുള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് നമ്മയാത്ര എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്ത് ഫുള്ള് കന്നഡ ലോക്കൽസ് ആയിരിക്കും വരിക. പക്ഷേങ്കിൽ അടിപൊളി സ്റ്റാൻഡേർഡ് പാസഞ്ചേഴ്സ് ആവട്ടെ വരുന്നത്. അതിൽ നിങ്ങൾ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പാടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പേപ്പറിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അവരെ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതി. ഒരു മിനിറ്റ് കേസ്. ഈ ഊബറിൻ്റെ പ്രശ്നം എന്തോന്ന് കൃത്യം അറിഞ്ഞൂടാ. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഫെയർ എന്തുമാത്രമാണ് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കാണിച്ചു തരാം. ഊബറിൻ്റെ അകത്തിൽ എത്രയും കുറവും അതേപോലെ നമ്മയാത്രയിൽ ചിലപ്പോൾ ഡബിളൊക്കെ പ്രൈസിൽ വ്യത്യാസം വരിക. ഊബറിൽ നോക്കുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷയെക്കാളും കുറവ്. ഊബർ ഗോയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഓട്ടോറിക്ഷയേക്കാൾ കുറവ്. അങ്ങനെ നമ്മൾ പോകേണ്ട കാര്യം എന്താ, അതിന് നമ്മളെയൊക്കെ ഒരു വീല് കുറവ്, എന്നിട്ട് ഓട്ടോറിക്ഷയൊക്കെ കുറച്ച് നമ്മൾ പോകേണ്ട കേസ് എന്തെന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ടാക്സി ഓടിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി ഫ്ലീറ്റിൽ പോകാനാണെങ്കിൽ അത് വാഗണർ മാത്രമേ ഇപ്പോൾ കൊടുക്കത്തുള്ളൂ. അത് ചെറിയ റെൻറ്റിന് കൊടുക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾ കുറച്ചോളൊക്കെ ഓടി പഠിച്ചിട്ട് പിന്നെ അല്ലാതെ ഡയറക്റ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ വാഗണർ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും മുതലാവത്തില്ല. അതിൻ്റെ സംഭവം നമ്മൾ പ്രൂഫും കാര്യങ്ങളും കാണിച്ചു തരാം. ഊബറിൽ എത്ര രൂപ കാണിക്കുന്നതെന്നും നമ്മയാത്രയിൽ എത്ര രൂപ കാണിക്കുന്നതെന്നും റാപ്പിഡോയിലും ഓലയിലും ഒക്കെ ഉള്ള ഡിഫറൻസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ജാക്സൺ ഉണ്ട്, ജാക്സൺ അടുത്തോളം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഗേസ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയാവുന്ന നമ്മുടെ ജാക്സൺ ആയിരിക്കും. പുള്ളിക്കാരൻ കുറേ നാളായിട്ട് ഊബർ ഓടിയിട്ട് പുള്ളിക്കാരൻ ഊബറിൽ മാത്രമാണ് കേസ് ഓടുന്നത്. ഞാനിടയ്ക്ക് വേറെ ആപ്പിൽ ഓടലുണ്ട്. അപ്പം ജാക്സൺ ഇപ്പോൾ എന്നാ തോന്നുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ കിടക്കണ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കാരണം? ഓട്ടത്തിന് ഫെയർ ഇല്ല. അതുകൊണ്ട് നമ്മൾ ട്രിപ്പ് എടുത്ത് പോകാത്തത് ഫെയറില്ല. ഫെയർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ ഒരു 1.5 ദിവസം ഞാൻ നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയായിട്ട് വണ്ടി ഓടുന്നു. അപ്പം അതിന് മുന്നേ ഇവിടെ 2 മാസത്തിന് മുന്നേ കിടന്ന് ഓടുന്ന ആൾക്കാർ പറഞ്ഞു ഫെയർ കുറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ നമ്മൾ പറയുകയും ചെയ്തു ഈ സംഭവം ചിലപ്പം ഈ നമ്മുടെ മുസ്ലിംസിന്റെ ഫാസ്റ്റിംഗ് ഇഷ്യൂ കൊണ്ട് ട്രിപ്പ് കുറവാന്ന് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഒരു പുള്ളി നമ്മളിങ്ങനെ പറഞ്ഞു അതായത്, പക്ഷെ അതല്ല, ഇതിപ്പോ ട്രിപ്പിന്റെ ഫെയർ ഭയങ്കരമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഇവർ ഡ്രോപ്പ് ചെയ്തൊക്കെ വരും. ഇവർ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിന്റെ തന്നെ പ്രശ്നം. പക്ഷെ ഈ ട്രിപ്പിന് ഫെയർ ഇല്ല. അതായത് ഞാൻ ഇന്ന് ഓടിയത് വെറുതെ കാണിച്ചായിരുന്നു നിങ്ങളെ. എനിക്കത് കണ്ടപ്പോഴാണ് എന്റെ കിളി മാറിപ്പോയത്. വേറെ ആപ്പിലെ ഫെയറും കൂടെ കണ്ടപ്പോ എന്താ തോന്നിയേ? വേറെ ആപ്പിലെ അത് നമുക്ക് വഴിയേ പറയാം. ഇന്ന് ഓടിയ കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഓടിയ കഥ ഇതിപ്പോ March 9
വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ വണ്ടി എടുത്തതാ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വണ്ടി ഞാൻ ഇന്ന് ഓടിക്കുന്നത് ആകെ 5 ട്രിപ്പാ. 5 ട്രിപ്പ് ഓടിക്കണം, 2000 രൂപ. ഞാൻ കാണിച്ചു തരാം, നമ്മളെ ഏണിങ്സ് കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഇതിനകത്ത് ഇവിടെ ഊബർ ഓടുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ എയർപോർട്ടിൽ നിന്ന് എടുത്തു. ഈ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കി കേട്ടോ. ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എവിടെ വരട്ടെ ഗയ്സ്. ഈ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എത്ര 1 അവർ 43 മിനിറ്റ് 42 കിലോമീറ്റർ. ഫെയർ തീരെ കുറവാ. അതും പോയിട്ട് അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് എയർപോർട്ട് വന്നു. ആ എയർപോർട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. എയർപോർട്ട് ഡീറ്റെയിൽസ് രൂപ. എത്ര മണിക്കൂറാ? അയ്യോ 2 മണിക്കൂർ 45 കിലോമീറ്റർ. എത്ര 540. എയർപോർട്ട് പാർക്കിംഗ് ഫീ കഴിഞ്ഞിട്ടാ? അല്ല, ഇതിൽ എയർപോർട്ട് ഡ്രോപ്പിങ്ങിൽ എയർപോർട്ട് പാർക്കിംഗ് ഫീസ് ഇല്ല. ടോൾ പൈസയും കൂടെ കൂട്ടി നമുക്ക് ഒരു 600 സംതിങ് കിട്ടും. ബട്ട് നമ്മുടെ പൈസ പോയത് മൊത്തം ഇവിടെയാ. ഇത് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തേക്കുന്ന എത്രയാ എന്നറിയോ? ക്യാഷ് കളക്ട് നമ്മൾ ചെയ്തേക്കണ 797 രൂപ. പക്ഷെ നമുക്ക് ഏണിങ്സ് എടുക്കുന്ന 440 രൂപ. അതായത് ഇവിടെ 1.25 മണിക്കൂർ ഓടി, ഇവിടുന്ന് ട്രിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പോയി 4 മണിക്കൂർ. ഈ 4 മണിക്കൂർ ഞാൻ ഓടി എൻ്റെ കിളി വറുപ്പോയി, ഞാൻ മടുത്തുപോയി. എനിക്കൊന്ന് മൂത്തൊഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇത്ര സമയം നമ്മളിവിടെ കിടന്നിട്ട് നമുക്ക്, അതായത് നമ്മൾ 4 മണിക്കൂർ അത്രയും കഷ്ടപ്പെട്ടു. കാരണം ബാംഗ്ലൂർ ട്രാഫിക്കിൽ 4 മണിക്കൂർ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇത് നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും. ഊബർ ഇതുപോലെ നമുക്കിട്ട് ചാമ്പി തരുന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ പിന്നെ നമ്മൾ ഓടി പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇത് പിന്നെ ഞാൻ ഈ 3 ആഴ്ച ഓടുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. ഫ്ലീറ്റിന്റെ റെന്റും എന്നാ ബാക്കിയുള്ള കാര്യം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 1000 രൂപ പോലും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാല് 1000 രൂപ 1500 രൂപ നമ്മൾ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഭയങ്കര മെനക്കെടുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു ബുദ്ധിപരമായിട്ട് ഓടുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു 1000 രൂപ നമുക്ക് ബാലൻസ് പിടിക്കാൻ പറ്റുന്നുണ്ട്. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ വരുന്നവർ വന്നു കഴിഞ്ഞാൽ അവന്മാർ ആധാരം വരെ ഇവിടെ കൊടുത്തിട്ട് പോലും. ഇതിനകത്ത് വേറൊരു നഗ്നമായ ഒരു കാര്യം പറയാം. ഊബർ ഈ പകലാളിലും രാത്രിയാളിലും രാത്രി ഇവർ കണ്ടമാനം ഡ്രോപ്പ് ചെയ്തേക്കുക. ഇതിനകത്ത് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ ഫെയർ ഈ ഊബർ കസ്റ്റമേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രമോഷൻ ഇപ്പം തൊടുന്നതിനും പോകുന്നതിനും വരുന്നതിനും എല്ലാത്തിനും ഇപ്പം പ്രമോഷനാണ്. ഈ പ്രമോഷൻ പൈസ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ഇവന്മാരുടെ നമ്മുടെ ഫ്ലീറ്റിൽ നിന്ന്, അതായത് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരോട് പറഞ്ഞ കേസാ. നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇവിടെ നേരെ ഫ്ലീറ്റിൽ പോയി 12,500 ഫ്ലീറ്റിൽ പോയി ഡയറക്റ്റ് ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുക്കുന്നവർക്ക് ഒരു കുഞ്ഞു പണിയാ പറഞ്ഞത്. ഈ ഡയറക്റ്റ് ഫ്ലീറ്റിൽ പോയി വണ്ടി എടുത്തു കഴിഞ്ഞാൽ വെറുതെ കൂട്ടിക്കോ. ആഴ്ചയിൽ 6000 രൂപ ഏണിങ്സ് ആയി കഴിഞ്ഞാൽ 777 രൂപ വിത്ത് ടാക്സ് അടക്കം അവരുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ്, അതായത് ഡ്രൈവർ പാസ്. അതുകൂടാണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 250 രൂപ അറൗണ്ട് എല്ലാവരും കൂട്ടി ഒരു 250 രൂപ എയർപോർട്ട് പാർക്കിംഗ് ഫീസും GST അതുപോലെ കൂട്ടി അങ്ങനെ ഒരു പൈസ. ഇതെല്ലാം അവരെ പിടിച്ചിട്ട് നമുക്ക് ഏണിങ്സ് ആയിട്ട് നമുക്ക് തരുന്നുള്ളൂ. അതായത് അത് കഴിഞ്ഞ് നമ്മൾ ലോക്കൽ ഓടാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ, നമ്മളിവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്തു. ഓക്കെ, അത് പോട്ടെ, അത് നമ്മൾ പാർക്കിംഗ് ഫീസും അതെല്ലാം പോയി. പക്ഷെ നമ്മൾ ഇവിടുന്ന് BTM ലേഔട്ട് 45 കിലോമീറ്റർ ട്രിപ്പ് എടുത്തുകൊണ്ട് പോയ 2 മണിക്കൂർ നമ്മളെ കിടന്ന് അങ്ങനെ ചെന്നിട്ട് നമുക്ക് കിട്ടിയ എത്ര പൈസ? 543 രൂപ. അതായത് 742 രൂപ CNG അടിച്ച വണ്ടി 4 മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോ എന്റെ വണ്ടിയുള്ള CNG നമുക്ക് നേരത്തെ 900 രൂപ കിട്ടിക്കൊണ്ടിരുന്നല്ലേ? ഈ സെയിം കിലോമീറ്ററിൽ നൈറ്റില് 35 കിലോമീറ്റർ 45 മിനിറ്റ് ഒക്കെ യാത്രയുള്ളൂ. അതിന് 850 രൂപ വിത്ത് ടോൾ അടക്കം 850 രൂപ കിട്ടിക്കുന്ന ട്രിപ്പ് അതായത് 2 മാസം മുമ്പ് വരെ, മൂന്ന് മാസം മുന്നേ വരെ 3 മാസം മുന്നേ വരെ ഒരു ടോൾ അടക്കം 900 സംതിങ് രൂപ കിട്ടിക്കുന്ന ട്രിപ്പ് ഇപ്പൊ പകുതിയായിട്ട് എല്ലായിടം വിത്ത് ടോൾ അടക്കം മൊത്തം ഒരു 750 രൂപ അടുത്ത് കിട്ടുന്നുള്ളൂ. അതായത് നമുക്ക് നമ്മുടെ ഇത് കിട്ടുന്നത് ഒരു 550 രൂപ താഴെ. സബ്സ്ക്രിപ്ഷൻ ഫീ കൂട്ടി ഫെയർ കുറച്ചളഞ്ഞോ?
സബ്സ്ക്രിപ്ഷൻ ഫീ ഇവന്മാര് കൂട്ടി ഇവന്മാര് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഫ്ലീറ്റുകാരോട് കൂടി ചാമ്പി തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഇതിനകത്ത് വേറെ ഇപ്പൊ ഞാൻ ശരിക്കും ഞാൻ മടുത്തു. ഞാൻ അതല്ല ഇന്ന് ഓടാതെ ഇവിടെ വണ്ടി ഒതുക്കിട്ട് ഞാൻ അഞ്ച് ട്രിപ്പ് എടുത്ത് മനസ്സ് മടുത്തു പോയി. ഇങ്ങനെയൊന്നും ഓടിയിട്ട് കാര്യമില്ല. ഇത് പൈസ ഉണ്ടാക്കുക, ഇത് ഓടി പൈസ ഉണ്ടാക്കുന്ന ആരാന്നറിയോ? ഫ്ലീറ്റുകാരും ഊബറും, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഇനിയും വണ്ടി ഇവിടെ ഓടാൻ വരുവാണെങ്കിൽ ഫ്ലീറ്റിൽ നിന്ന് ഡയറക്റ്റ് ഒന്നെങ്കിൽ തേർഡ് പാർട്ടി പോവാ. സാധാരണ ആൾക്കാർ വരുവാണെങ്കിൽ തേർഡ് പാർട്ടി പോയി പഠിക്കുന്നതല്ല ബെറ്റർ. അതായത് ഇപ്പൊ ഇതിനകത്ത് പറയുവാണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് ബാംഗ്ലൂർ ഊബർ ഓടാൻ വരുന്ന ആൾക്കാരാണ് നിങ്ങൾ ഏതെങ്കിലും മലയാളി തേർഡ് പാർട്ടി ഫ്ലീറ്റ് നിങ്ങളായിട്ട് കണ്ടെടുക്കുന്ന നല്ല ഫ്ലീറ്റ് കിട്ടിയ നിങ്ങൾക്ക് വേറെ ഡെപ്പോസിറ്റും കാര്യങ്ങളും ഇല്ല. പിന്നെ പേജിയുടെ റൂമിന്റെ റെന്റ് ഒന്നും ഡയറക്റ്റ് വണ്ടി എടുക്കുവാണെങ്കിൽ 12,000 ഡയറക്റ്റ് വണ്ടി എടുത്തുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഒരു പുതിയ ഒരാള് ഇങ്ങോട്ട് വരുക, ഫ്ലീറ്റിൽ നിന്ന് വണ്ടി 12,500 കൊടുത്ത ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുത്തു. അവരൊരു കൊള്ളാവുന്നൊരു വണ്ടി അത്യാവശ്യം സേഫായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ PG തപ്പണം. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അതായത് സേഫായിട്ട് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി PG കിട്ടണമെങ്കിൽ മിനിമം ഒരു 7,000-8,000 രൂപ കൊടുക്കണം മാസം. അതായത് ഡെപ്പോസിറ്റ് സഹിതം കൊടുക്കണം. അതായത് മാസം റെന്റാണ് ഈ 7,000-8,000 രൂപീസ്. ഡെപ്പോസിറ്റ് ഒരു 5,000 രൂപ പറയും. അതായത് ഒരു വണ്ടി ഫ്ലീറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ വിത്ത് PG കൂടെ കൂട്ടി നിങ്ങളിവിടെ സെറ്റിൽ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ 25,000 അത്രയെങ്കിലും മിനിമം വരാം പൊട്ടും. അതായത് അവരവിടെ നിന്ന് ഗൈഡ് ഒന്നും ചെയ്യുന്നില്ല. ഒരു ഈ ഊബറിലെ ഇത് എവിടെയൊക്കെ ട്രിപ്പ് അടിയും, ഇത് എങ്ങനെയൊക്കെ പോകണമെന്നില്ല. അവർ വണ്ടിയും തരും, പൈസ മാറ്റിക്കും, പൊക്കോളം പറയും. അതിന് എല്ലാ തിങ്കളാഴ്ച ഒരു ബില്ലിങ് വരും. ഇത് ഊബർ ആണെങ്കിൽ കണ്ട കാട്ടിലേക്കും കണ്ട മരയിലേക്കും ട്രിപ്പ് തരും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അവസാനം ചിലപ്പോൾ അതായത് നമ്മുടെ റൂം ഇപ്പം വൈറ്റ് ഫീൽഡാന്ന് വിചാരിച്ചോ, നമുക്ക് ട്രിപ്പ് നമ്മൾ അങ്ങ് എവിടെ ചിലപ്പോൾ കെങ്കേരിയിലെത്തും. കെങ്കേരിൽ നിന്ന് നമ്മളിപ്പോ കുളിച്ചില്ല, ഡ്രസ്സ് മാറിയില്ല, ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നത്, നമ്മൾ അവിടെ നിന്ന് ഒരു 10-30-40 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് കാലടിച്ചു വരും. അതപ്പോ അവരെ GPS നോക്കിയിട്ട് പറയും, നിങ്ങൾ ട്രിപ്പ് എടുക്കാൻ ഇത്ര കിലോമീറ്റർ കിലോമീറ്റർ 4 രൂപ വെച്ച്. അതായത് ഇത് അങ്ങനെ കുറെ ഇത് വരും. കാരണം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വരും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് എല്ലാ തിങ്കളാഴ്ചയും ബില്ലിങ് തരും. ടാർഗറ്റ് ആയിട്ടില്ലെങ്കിൽ ഡെഡ് കിലോമീറ്റർ, മറ്റേത് മറിച്ച് ആ ഫൈന്, ഈ ഫൈന്, ആക്സെപ്ഷൻ റേറ്റ് ഫൈന്, ക്യാൻസലേഷൻ റേറ്റ് ഫൈന്, ഇങ്ങനെ കുറെ ഫൈനും ചാർത്തി ഇവന്മാർ ഒരു 10-15 രൂപ 16 രൂപ ബില്ലിങ് കിട്ടും. അതായത് ഓടിയ പൈസ CNG അടിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഈ പൈസ അതുപോലെ ഫ്ലീറ്റ് കൊടുക്കാം. നമ്മുടെ കാർ മാത്രമുണ്ട്, ബാക്കി പൈസ മൊത്തം നമുക്ക് ഒരു ലാഭവും ഇല്ല. നമ്മൾ അത്ര കാലം ഈ ഉറക്കമുളച്ച് പണിയെടുത്തതിന്റെ ഓരോ മിനിമം ഒരു നമ്മുടെ ചെലവാശ് അല്ലാണ്ട് 100 രൂപ നമുക്ക് അതിന് കിട്ടിക്കണമില്ല. അതുകൊണ്ട് ഇവിടെ ആദ്യമായിട്ട് ഓടാൻ വരുന്നവരാണ് നിങ്ങൾ ആദ്യം ഏതെങ്കിലും കൊള്ളാവുന്ന മലയാളി ഫ്ലീറ്റുകാർ നിങ്ങൾ സ്വന്തം കണ്ടെത്തി പോവാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് റൂമിന്റെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. റൂമിന്റെ പൈസ മാസം 3,000 രൂപ ഉള്ളൂ. കേറുമ്പോ ഒന്നും കൊടുത്തില്ലെങ്കിൽ കേറുമ്പോ അത് നമ്മുടെ ഫ്ലീറ്റിൽ മാത്രമേ ഉള്ളൂ. കേറുമ്പോ ഒന്നും കൊടുത്തില്ലെങ്കിൽ. അതായത് നിങ്ങൾ ഈ തേർഡ് പാർട്ടി ഫ്ലീറ്റിൽ വരുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഫസ്റ്റ് വരുന്ന ആൾക്കാർ നമ്മൾ ഈ പറയണേ, അതായത് നിങ്ങളിവിടെ ഫസ്റ്റ് ഓടാൻ വരികയാണ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു കൊള്ളാവുന്ന നിങ്ങൾ സ്വയം കണ്ടെത്തുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കണ്ടെത്തുന്ന ഒരു തേർഡ് പാർട്ടി ഫ്ലീറ്റ് പോവുക. ആ തേർഡ് പാർട്ടി ഫ്ലീറ്റിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് അവർ റൂം പ്രൊവൈഡ് ചെയ്യും. ഡെയിലി 100 രൂപ. അത് ഓരോ ഡിപ്പെൻഡാണ്. ബേസിക് 100 രൂപയാണ്, ചിലപ്പോൾ കുറയാൻ കൂടാം. അത് പലരും പല രീതിക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡെയിലി ഒരു 100 രൂപ റെന്റ്. അത് വേണം ചെറിയ പൈസ. അതിപ്പം റെന്റ് കാര്യം ഡീറ്റെയിൽസ് നമ്മളൊന്നും പറയുന്നില്ല. അതിപ്പോ പല ആൾക്കാരും പല രീതിക്ക് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഫ്ലീറ്റ് ഉണ്ട്, ചെറിയ റെന്റിന് നമ്മുടെ അടുത്ത് ഫ്ലീറ്റ് ഉണ്ട്. നമ്മളത് ഈ ബാംഗ്ലൂരിൽ കൊടുക്കാത്ത ആരും. പക്ഷെ അത് നമ്മളങ്ങനെ എല്ലാവരും നമ്മളെ കയറ്റുന്നില്ല. നമുക്ക് പണിയെടുക്കണം, 10 രൂപ ഉണ്ടാക്കണം, വീട്ടിലേക്ക് ഡെയിലി ഒരു 1,500 രൂപ അയക്കണം എന്നുള്ള മൈൻഡുള്ള ആൾക്കാരെ നമ്മുടെ ഫീൽഡിലേക്ക് നമ്മൾ കയറ്റുന്നുള്ളൂ. നമുക്ക് ഈ മറ്റേ കൂട്ടി ഈ തലവേദന പിടിക്കാൻ പറ്റൂല. കാരണം ഒന്നാമത്തെ കേസ് ഞാൻ നേരത്തെ ഈ ബാംഗ്ലൂരിലേക്ക് കെട്ടിക്കറി വരുന്നതെല്ലാം ഒടുക്കത്തെ വള്ളി ഉണ്ടാക്കിയിട്ട് വന്ന ആൾക്കാരാണ്. നമുക്ക് അങ്ങനത്തെ ആൾക്കാരാണ്. നമുക്ക് മാന്യമായിട്ട് പണിയെടുത്ത് 10 കാശ് ഉണ്ടാക്കി വീട്ടിലേക്ക് ഒരു 10 രൂപ, അത് വീട്ടിലേക്ക് ഡെയിലി ഒരു 1,000 രൂപ അയച്ചു കൊടുക്കുന്നുള്ള മൈൻഡുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മുടെ ഫ്ലീറ്റിലേക്ക് നമ്മൾ കയറുന്നുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ ഫ്ലീറ്റുള്ളൂ. നീ വന്ന് കണ്ടതല്ലേ സംഭവം? പിന്നെ അവിടുത്തെ സൗകര്യവും കാര്യങ്ങളും നീ കണ്ടതല്ലേ? നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ്. നമ്മൾ
ഇപ്പം നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാർ നമ്മുടെ ഫീൽഡിലേക്ക് കയറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്ലീറ്റോ അല്ലെങ്കിൽ വേറെ നമ്മൾ പറഞ്ഞു വിടും. കാരണം നമുക്ക് ഊബറിൽ വരുന്നവർക്ക് ഫസ്റ്റ് റെന്റും കാര്യങ്ങളും ഇല്ലാതെ നാട്ടിൽ നിൽക്കുന്നവരെ ഫണ്ട് ഷോർട്ട് ആണെങ്കിൽ മാത്രം തേർഡ് പാർട്ടി വന്ന് കേട്ടത്. അത് തന്നെ, ക്യാഷ് ഉണ്ടെങ്കിൽ പോലും ഊബറിൽ നിന്ന് തേർഡ് പാർട്ടി ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുക്കാതിരിക്കുക. അതിൻ്റെ അത് വേറൊരു സെക്കൻഡ് ഓപ്ഷനെ പറ്റി പറഞ്ഞിരുന്നത്. ഇവിടെ സെക്കൻഡ് ഇപ്പം ഇവിടെ ഇതിനകത്ത് ഞാൻ നോക്കട്ടെ എല്ലാ ഫ്ലീറ്റിലും ഓടാൻ പറ്റിയ ഒരു വണ്ടി എടുക്കുക, അതാണ് ഏറ്റവും സേഫ്. എല്ലാ പ്ലാറ്റ്ഫോമിലും റാപ്പിഡോയിലും ഈ മേക്ക് മൈ ട്രിപ്പില് നമ്മയാത്രയില് എല്ലാത്തിലും ഓടാൻ പറ്റുന്ന കിലോമീറ്റർ ഇല്ലാത്തൊരു വണ്ടി, എല്ലാത്തിലും ഓടാൻ പറ്റും. ഡെഡ് കിലോമീറ്റർ ഇല്ലാത്ത വണ്ടി, ഇപ്പൊ ഡെഡ് കിലോമീറ്റർ ഇല്ലാത്ത വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് അല്ല, അതായത് ഡെഡ് കിലോമീറ്റർ ഇല്ലാണ്ട് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഇത് ഇലക്ട്രിക് ക്യാബ്സ് തന്നെ. ഇലക്ട്രിക്കൽ ചിലത് തന്നെ, അതിൽ നമ്മള് ഇലക്ട്രിക്കൽ ചിലത് അത് നമ്മളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ മാത്രം. ബാക്കിയുള്ള ലിഥിയം അതും ഒക്കെ ഉണ്ട്. അവർക്ക് ട്രിപ്പ് ടാർഗറ്റ് വരെ ഉണ്ട്. ട്രിപ്പ് ടാർഗറ്റ് ഇല്ലാതെ നമുക്ക് നമ്മളുമായിട്ട് കൊളാബ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് നമ്മളുമായിട്ട് കൊളാബ് ചെയ്താലും നമ്മളുമായിട്ട് ആ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ട്രിപ്പ് ടാർഗറ്റും ഇല്ല, ഡെഡ് കിലോമീറ്റർ ഇല്ല. CV വണ്ടിയിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ റെന്റ് കൂടുതലായിരിക്കും. നിങ്ങൾ റെന്റ് കുറവ് കണ്ടിട്ട് ഈ ഊബറിന്റെ വണ്ടി എടുത്താൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബറിൽ ഫെയറിന്റെ ഡിഫറൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫെയർ എത്രയും കുറവാണോ ഊബർ നമ്മളെ പിടിച്ച് അടിമകളാക്കും അല്ലേ? അടിമയല്ല, അതുക്കും മേലെ ഈ ഫെയറും കുറവാണ്. അത് കഴിഞ്ഞ് ഈ 777 രൂപ സബ്സ്ക്രിപ്ഷൻ ചാർജ്, ഫെയറും പാർക്കിംഗ് ഫീസ്, മറ്റേത് മറിച്ച് ഈ നമ്മയാത്രയിലും റാപ്പിഡിലും എയർപോർട്ട് പാർക്കിംഗ് ഫീസ് ഒന്നും നമ്മൾ വെളി കിടക്കുന്നു, ട്രിപ്പ് വരുന്നു, നമ്മൾ എടുക്കുന്നു പോകുന്നു. ഊബറിന്റെ ഇവിടെ ഓടുന്നവർക്കറിയാം, ഊബറിന്റെ സോണിൽ വണ്ടി ഇല്ലെങ്കിൽ നമ്മയാത്രയിലും റാപ്പിഡിലും അടിച്ചോണ്ടിരിക്കും. പകലാണെങ്കിൽ റാപ്പിഡോയിലും നമ്മയാത്രയിലും ചെറവറ അടിക്കും, രാത്രി മാത്രമേ അടിക്കാൻ ഇച്ചിരി. രാത്രി ഊബറിന്റെ അവിടെ വണ്ടി ഇല്ലെങ്കിൽ ചെറവറ അടിക്കും. ഈ ഞാൻ ഇന്ന് ഞാൻ പോയിട്ടുണ്ടാവും ഊബറിന്റെ സോണിൽ മിനിമം ഒരു T1 T2 കൂടി ഒരു 500 പേരിലും വണ്ടിയില്ലാതെ നെക്സ്റ്റ് ഓപ്ഷൻ വണ്ടിയാണെങ്കിൽ അവിടെ ഏജന്റ് ത്രൂ നമുക്ക് ട്രിപ്പ് എടുക്കാം. ആ ഡെഡ് കിലോമീറ്റർ വണ്ടി അവിടെ നമ്മുടെ നമ്മൾ പറഞ്ഞ ഓഫ്ലൈൻ ട്രിപ്പ് നമുക്ക് അവിടെ ഒരു 3-4 ചേർത്ത് നമ്മൾ ഫോൺ നമ്പർ ഉണ്ട്, നമ്മളെ ചെല്ലി നമ്മൾ വിളിക്കും, അളിയാ അവിടെ ട്രിപ്പ് ഉണ്ടോ, വാ കേറുവാ, T1ലേക്ക് വാ, T2ലേക്ക് അങ്ങനെ വിളിക്കും. 1500 രൂപ, അവന്റെ 2000 രൂപ അല്ലെങ്കിൽ മിനിങ്ങാന്ന് ഞാൻ പിന്നെ എനിക്കൊരു റിസർവേഷൻ ഉണ്ടായിരുന്നു. അതൊരു നല്ലൊരു പൈലറ്റിന്റെ റിസർവേഷൻ. അതുകൊണ്ട് ഞാനത് അവളുടെ പേര് ഞാൻ മറന്നുപോയി, നല്ല മികച്ചായിരുന്നു. പൈലറ്റ് ഇടാ നമ്മുടെ ആകാശ എയറില്ലേ അതിന്റെ പൈലറ്റ്. എന്നിട്ട് ഞാനത് പേര് കണ്ടോണ്ട് ഞാൻ പെണ്ണിനെ കണ്ട് ഞാൻ അപ്പം ഇവൻ വന്ന് ചോദിക്കുക, ഇപ്പം ഞാൻ T1 ആളെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ചോദിക്കുക, ചേട്ടാ അണ്ണാ കോറമംഗൽ ട്രിപ്പ് 850 രൂപ. നടക്കൂല. 900 രൂപ നടക്കൂല, 950 രൂപ നടക്കൂല, 1000 നടക്കൂല, 1100 രൂപ നടക്കൂല. അവസാനം 1400 പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ട്രിപ്പ് ടാർഗറ്റ് ആയില്ല, പിന്നെ ഡെഡ് കിലോമീറ്റർ അടിച്ചു കിട്ടും. അതുകൊണ്ട് എനിക്ക് ഈ ട്രിപ്പ് എടുത്തോണ്ട് പോയാൽ പറ്റുള്ളൂ. അപ്പത്തേനും ഇവള് വന്ന് എന്നെ വിളിച്ചു. ഞാൻ ഫോൺ കാണിച്ചു, ഐ ഹാവ് എ റിസർവേഷൻ, ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഓക്കെയാണ്, അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ആ പുള്ളിക്കാരത്ത് വിളിച്ചു. ഞാൻ T2 പോയി അവളെ പിക്ക് ചെയ്തപ്പോഴാണ് ഇവള് പൈലറ്റ് മറ്റേ വെള്ളം സപ്പോർട്ട്. വെരി ഗുഡ്, അടിപൊളി, പൊളിച്ചു. പിന്നെ പുള്ളിക്കാരത്തി മറ്റേ ഇവിടെ UP കാരത്തി തോന്നുന്നു. പിന്നെ കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി നമ്മുടെ ഇവിടെ വൈറ്റ് ഫീൽഡ് കൊണ്ട് ചാടിച്ചു വിട്ടു. കറക്റ്റ് മഹാദേവപുരയുടെ അപ്പുറേ അങ്ങനെ മറ്റേ ആ മഹാദേവപുര അപ്പുറേ പ്രസിഡന്റ് അപ്പാർട്ട്മെന്റില്ലേ, അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു, അങ്ങനെ കഥയൊക്കെ പറഞ്ഞു, അങ്ങനെ നമുക്ക് ഇനിയിപ്പോ ഊബറിന്റെ മറ്റേ റേറ്റ് കാണിച്ചു കൊടുക്കാം അല്ലേ? അയ്യോ അതൊന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ നിങ്ങൾ ഞാൻ വ്യത്യാസം കാണിച്ചു തരാം. ഊബറിന്റെ അതേപോലെ ഈ നമ്മയാത്രയുടെ ഇപ്പം ഒരു സ്ഥലത്തേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കാണിച്ചു തരാം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഊബർ നമ്മളെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഊബറിൻ്റെ ആപ്പ് എടുത്തിട്ട് ഇതിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഫോറം സൗത്ത് ബാംഗ്ലൂർ എടുക്കാം. ഫോറം സൗത്ത് ബാംഗ്ലൂർ, ഇതേത് ലൊക്കേഷൻ? ഇവിടുന്ന് ഫോറം സൗത്ത് ബാംഗ്ലൂരിലേക്ക് നമുക്ക് ഊബറിന് കാണുന്ന റേറ്റ് ആട്ടോ. ഇതാ നോൺ AC-ക്ക് 400 ഇത് എത്രയാണ്? 443. ഊബർഗോ AC-ക്ക് ആണെങ്കിൽ 466. ഇതേ സാധനം നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സാധനം ഓട്ടോയ്ക്ക് വരുമ്പോൾ കണ്ടോ
750 രൂപ. എത്ര രൂപയുടെ വ്യത്യാസം വന്നിരുന്നുണ്ടോ? ഊബർ നമ്മളെ ചാമ്പുന്നതന്നെ ഒരു മര്യാദയില്ലാത്ത ചാമ്പാവന്മാർ ചാമ്പുന്നേ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അവിടെ വരെ കാണിക്കുന്നേ? എത്ര കിലോമീറ്റർ ആവുന്ന കിലോമീറ്റർ കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഞാൻ നോക്കിയിട്ട് പറയാം ഗൈസ്. ഇതേ സാധനം തന്നെ ഇനിയിപ്പോൾ ഞാൻ നമ്മയാത്രയിൽ കാണിച്ചു തരാം. ഇത് ദേ ഈ സാധനം ഓട്ടോയിൽ നിങ്ങൾ റേറ്റ് നോക്കിക്കോണേ. ഓട്ടോയിൽ 700 ചില്ലുവാനോ, അതേപോലെ ഊബറിൻ്റെ കാറിൽ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ 443 ഫെയർ നമ്മൾ കുറഞ്ഞ്. ഈ ഫോൺ പിടിച്ചേ, ഇതേ ഫോൺ പിടിക്കട്ടെ. ഇതേ സാധനം തന്നെ നമുക്ക് ഇവിടുന്ന് നമ്മയാത്രയിൽ നോക്കാം. നമ്മയാത്ര ഇപ്പം നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് വേർ ടു ഗോ ഫോറം സൗത്ത് ബാംഗ്ലൂർ. ഫോറം സൗത്ത് ബാംഗ്ലൂർ കൺഫേമാണ്. ദേ ഇതിൻ്റെ അകത്തിൽ കിട്ടുന്നത്, അതിൻ്റെ അകത്ത് എത്രയായിരുന്നു അതിൻ്റെ അകത്ത് കാണിച്ചത്? ഇതിൻ്റെ അകത്ത് 600 രൂപ, അതിൻ്റെ അകത്ത് 440 രൂപ. അപ്പം തന്നെ എത്ര രൂപ ചാമ്പി? 200 രൂപ ചാമ്പി. ഇതേ നമ്മൾ ഇലക്ട്രിക് കാർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സെഡാൻ പ്രീമിയം കിട്ടും. അപ്പൊ 730 രൂപ കിട്ടും. അപ്പൊ എത്ര രൂപ ചാമ്പി? എന്നാ ചാമ്പലാവന്മാര് ചാമ്പുന്നത്. ഇതിൻ്റെ അകത്ത് ഓട്ടോ ചാമ്പി, ഇതിൻ്റെ അകത്ത് ഓട്ടോ 600 രൂപ, ഓട്ടോയ്ക്ക് ഫെയർ കുറവാ. ഇതൊരു മര്യാദയുണ്ട്. കാറിന് ഫെയർ കൂടുതൽ, ഓട്ടോയ്ക്ക് കുറവ്. ഇത് നമ്മൾ ഓട്ടോയേക്കാൾ കുറവിന് നമ്മൾ ഊബറിൻ്റെ അകത്ത് പോകണം. അതെങ്ങനെ ശരി? ഇതേ സാധനം നമ്മൾ റാപ്പിഡോയിൽ നോക്കാം. റാപ്പിഡോ ഇവിടെ. ഇതിൻ്റെ അകത്ത് വേറൊരു കേസ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മയാത്രയ്ക്ക് നമുക്ക് 20 രൂപയേ ആവുള്ളൂ പ്ലാറ്റ്ഫോം ഫീ. മറ്റേനകത്ത് ഈ പ്ലാറ്റ്ഫോം ഫീ 5000. ഇത് ഏറ്റവും മാക്സിമം രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 777 രൂപ. ഏറ്റവും മാക്സിമം നമുക്ക് പ്ലാറ്റ്ഫോം ഫീ വരില്ല. എത്രന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് കണ്ടോ? 5 കിലോമീറ്ററിന് ട്രിപ്പ് വരുന്നത് 121 രൂപ. ആര് പോണു? ആര് പോകുന്നില്ല. ഇത് നമുക്ക് റാപ്പിഡോയിൽ നമുക്ക് ഫോറം സൗത്ത് ബാംഗ്ലൂർ അതൊക്കെ ക്യാൻസൽ കൊടുക്കുക. 150. ഇതൊക്കെ റാപ്പിഡോയിൽ 500. റാപ്പിഡോയിലും ഊബറിലും ഏകദേശം സെയിം ഒക്കെ തന്നെ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എസിക്കാണെങ്കിലും എന്നാലും 50 രൂപ കൂടുതൽ കിട്ടും. പ്രൈസ് താഴെ പോകുന്നില്ല. പക്ഷെങ്കിൽ വേറൊരു കേസ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാറ്റ്ഫോം ഫീ ഭയങ്കര ചീപ്പാ. ഇതിന്റെ അകത്ത് 20,000 ഓടുന്നതിന് 1000 രൂപ അമ്മമാര് മേടിക്കുന്നുള്ളൂ. നമ്മയാത്രയ്ക്കാണെങ്കിൽ മാക്സിമം നമ്മൾ CNG അടിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ 777 പ്ലാറ്റ്ഫോം ഫീ കൊടുക്കണം. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും രൂപ കൊടുക്കണം. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിനകത്ത് ഒന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു 3000-4000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ CNG അടിച്ച് വണ്ടിക്ക് റെന്റും കൊടുത്ത് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ഒരു 600 പോലും നമ്മുടെ പണിക്കാശ് കിട്ടുന്നില്ല. 600 പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പം പിന്നെ നമ്മൾ എന്തിനു ഊബർ നമ്മൾ പിന്നെ എന്റർടൈൻ ചെയ്യണം? അപ്പം നമ്മൾ ഊബറിൽ മാത്രം ഓടാണ്ട് ചാമ്പിത്തേക്കുമല്ല ഇമാര് നമ്മൾ അരച്ചൊട്ടിക്കും ഇമാര്. അപ്പൊ എന്നാ ഇതിനകത്ത് വേറെ മാർഗമുള്ള ഇപ്പൊ നമ്മള് എല്ലാ പ്ലാറ്റ്ഫോമിലും ഓടാൻ പറ്റും. നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടിയ വണ്ടി നമ്മള് വഴി വരുന്നവർക്ക് വണ്ടി കിട്ടും. അല്ലാത്ത റെന്റ് കൂടിയാലും കുറച്ച് അധികം റെന്റ് കൂടിയാലും നമുക്ക് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഒരിക്കലും ഫ്ലീറ്റുകാരെടുത്ത് നിങ്ങൾ ഇവിടെ ഓടി പഠിക്കാൻ വരുന്ന നിങ്ങൾ തേർഡ് പാർട്ടി ഫ്ലീറ്റ് എടുത്ത് വണ്ടി ഒരു 3-5 മാസം ഓടി കുറച്ച് കാശുണ്ടാക്കുക. അത് നേരെ നിങ്ങൾ സ്വന്തമായിട്ട് പോകണേ പൊക്കോ. ഇവിടെ കുറെ ലിഥിയോ മറ്റേ മറിച്ചും അങ്ങനെ കുറെ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി നിങ്ങൾ റീഫെക്സ് അങ്ങനെ അവിടെ നിന്നും പോലും നിങ്ങൾക്ക് അഫോൾ റേറ്റിന് വലിയ വള്ളിക്കെട്ടിലാണ് വണ്ടി വേണം നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ അനുസരിച്ച് ഗൈഡ് ചെയ്യാം. ഞങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ വേറെ പൊക്കോളുക. നമ്മൾ ആരും ഞാൻ പറഞ്ഞ വഴിക്കുള്ള മാത്രം പോകാൻ ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ച് ഞങ്ങളെ അടുത്ത് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടുന്നത് നിങ്ങൾ അങ്ങോട്ട് പോക്കോ, നമ്മളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഊബറിൽ ഒരിക്കലും ഊബർ മാത്രം ഓടാൻ വരുന്ന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും പെടും. ഇനിയിപ്പോ നമുക്ക് ഈ റംസാൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം എന്താവും അന്നേരത്തെ. റംസാൻ കഴിഞ്ഞിട്ട് വേണം ഇനി ഇപ്പൊ ഇതിന്റെ എന്തെങ്കിലും മാറ്റം വരുന്നത്. കാരണം 3 മാസം മുന്നേ വരെ ഊബർ ആയിരുന്നു ബെസ്റ്റ്. റാപ്പിഡോയിൽ പീക്ക് ടൈമിൽ ഊബർ തരുന്ന ഫെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ കേസായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മയാത്രയിൽ ഒക്കെ ആണെങ്കിൽ രാത്രിയിലെ ട്രിപ്പ് കുറവായിരിക്കും. പകല് എല്ലാത്തിലും ട്രിപ്പ് ചറപറ വന്നുകൊണ്ടിരിക്കും. രാത്രിയിൽ ഈ നമ്മയാത്രയിലൊക്കെ ഞാൻ നമ്മയാത്രയിൽ ഓടുന്നതാ. അങ്ങനെ നമ്മയാത്രയിൽ ഓടിയിട്ട് അവിടെ നിന്ന് 8 കിലോമീറ്ററിന് വലിയ എമൗണ്ട് വന്നിട്ട് അവന് വണ്ടി കൊണ്ട് കൊടുക്കേണ്ടി വന്നേ. അത് കാരണമാണ് നമ്മയാത്രയിലൊക്കെ രാത്രിയിൽ കുറവാ ട്രിപ്പ്. പക്ഷെ നല്ല എമൗണ്ടാ. രാത്രിയിൽ മിനിമം കിലോമീറ്ററിന് 23 രൂപ വെച്ചിട്ട് നമ്മയാത്ര തരുന്നുണ്ട്. ഊബർ 15 രൂപ 16 രൂപ തേച്ചൊട്ടിക്കുക. 10 മാസം 12 രൂപ. 10 അവരെ ബേസിക് നൈറ്റില്. 10 കിലോമീറ്റർ 10 ബേസിക്. 12 ഒക്കെ എടുക്കാൻ ലാഭ. അത്രേ ഉള്ളൂ. ബേസിക് 10.
ഇതിപ്പോ ഞാനിപ്പോ കുറച്ച് പേരെ കാണിച്ചു തന്നെ ഇത്ര ഈ 4 മണിക്കൂർ 2 ട്രിപ്പിന് വേണ്ടി ഓടിയിട്ട് എനിക്ക് 1000 രൂപ. ഈ നമ്മയാത്രി ബാക്കിയുള്ള ഈ മറ്റേ ഇലക്ട്രിക് വണ്ടി ഒക്കെ എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് നമുക്ക് സെഡാൻ ട്രിപ്പ് കിട്ടും. ഇപ്പൊ സിട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ഗുണം നമുക്ക് ഗിയർ വേണ്ട. ഇത് ഈ ബ്ലോക്കിൽ കിടന്ന് ഫസ്റ്റും സെക്കൻഡും അടിച്ച് CNG കത്തിച്ച് ഈ പ്രാന്ത് പിടിച്ച ട്രിപ്പും കിട്ടും, സെഡാൻ ട്രിപ്പും കിട്ടും, പിന്നെ ഈ ലോക്കൽ ട്രിപ്പും കിട്ടും. ഇതെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോയെക്കാളും കുറഞ്ഞ് നമ്മൾ പോകണം. അതിനേക്കാളും ഭേദം ഓട്ടോറിക്ഷ. കൊള്ളാവുന്ന ബാറ്ററി ചാർജ് കിട്ടുന്ന സിട്രോൺ അങ്ങനെ എന്തെങ്കിലും വണ്ടിയൊക്കെ ആണെങ്കിൽ സുഖ. ഓട്ടോറിക്ഷയെക്കാളും 150 രൂപ 300 രൂപ കുറഞ്ഞ് നമ്മൾ ഓടണം. CNG അടിക്കണം, ഈ മൈലേജും ഇല്ല, ഈ വണ്ടിയുടെ പ്രോപ്പർ സർവീസും ഇല്ല. ഇപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മൈലേജ് കിട്ടുന്നു. ഈ വണ്ടി നോക്കിയേ എന്താ വൃത്തി, കാറൊക്കെ വെച്ചിട്ട് ഫുള്ള് കാറുണ്ട്. കാറിന്റെ കാര്യം നല്ല പോളിഷ് ചെയ്ത് നല്ല തിളക്കിയാക്കി വെച്ചിട്ട് കിട്ടുന്ന ഫെയറോ ഓട്ടോറിക്ഷയെക്കാളും കുറവാ. ദേഷ്യം വരുമോ? അതെ, താഴേക്ക് അടിക്കും. ഈ താഴെ പൊടി പോലും ഇല്ല വണ്ടിക്കകത്ത്, ഒരു പൊടി പോലും ഇല്ല. ജാക്സൺ തൂത്ത് തുടച്ച് പൊന്നെ പൊടി എന്ന് പറഞ്ഞ് ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ച് ഹാൻഡ് റെസ്റ്റ് ഇതേ ഇത്ര സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ കുറവ് ഫെയർ വേണേ. നീ പുറത്തേക്ക് നോക്കിയോ? ഇനിയിപ്പോ ആ പുറത്ത് വേണമെന്ന് കാണിച്ചോ? നമ്മളിങ്ങനെ കാണിച്ചു തരാം. അതെ, പുറത്തോട്ട് അവസ്ഥ കാണണം. ഇതിപ്പോ ഇത്ര ഫെയർ ഊബർ എന്തിനു കുറച്ചു? ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഈ വണ്ടി കണ്ടോണം, സെറ്റല്ലേ? ഫുള്ള് സംഭവം സെറ്റപ്പ് ആക്കി. ഇത് നമ്പർ ഉണ്ടോ? ഇതാണ് ജാക്സന്റെ വണ്ടിയുടെ നമ്പറാ. സംഭവം സെറ്റാ കേട്ടോ. ഇതിപ്പോ ഇപ്പൊ ഈ പ്രശ്നം വരാൻ തുടങ്ങിയിട്ട് കാണിച്ചു. ഈ താഴെ പൊടി പോലും ഇല്ല. നേരത്തെ നമുക്കെന്ന് പറയുമ്പോ ഓട്ടോയെക്കാളും 100-300 രൂപ കൂടുതലായിരിക്കും. ഇപ്പൊ തലതിരിഞ്ഞു പോയി. അതെന്താ അവരങ്ങനെ ചെയ്യുന്നേ? എല്ലാരും പണി നിർത്തി പോകാൻ വേണ്ടിട്ട് മനഃപൂർവ്വം കാണിക്കും. എനിക്കറിയാം, അല്ലെങ്കിൽ കുറെ ആൾക്കാർ പണി നിർത്തി പോയി. സേവനം ചെയ്യുന്ന സേവനമല്ല, ഇതിപ്പോ നമ്മുടെ വീഡിയോ കണ്ടു വരുമ്പോൾ നമ്മള് തെറി പറയുന്ന അവസ്ഥയായി. അതെ, നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ നമ്മളെ തെറി പറയേണ്ട അവസ്ഥ. നമ്മൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്ക് ചാമ്പലായി. ഡയറക്റ്റ് ഫ്ലീറ്റ് ചെയ്ത് വണ്ടി എടുക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയൂല. ഇതിപ്പോ പണിയെടുക്കണം, 10 കാശുണ്ടാക്കണം എന്ന് ആൾക്കാരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിന്നെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റ് ഗൈഡ് തരും. ആ രീതിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മേത്ത് കയറാത്ത രീതിയിൽ സർവീസ് ഇവിടെ ഉണ്ട്. അതായത് നല്ല ക്യാബ് സർവീസ് ഫേമസ് ഒന്നുമില്ല, ഫേമസ് അല്ല. ഇതെല്ലാം മറ്റേ ആ ഒരു സ്റ്റാർട്ടപ്പ് എടുത്ത് തുടങ്ങിയ കുറെ നല്ല ക്യാബ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് 50-50 ഡ്രൈവേഴ്സ് പെട്ടെന്ന് ഇറങ്ങി പോയതുകൊണ്ട് അവർക്ക് വലിയ ഫേക്ക് പ്രൊമോഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഓടുന്നവർ വൃത്തിയായിട്ട് ഓടുന്നുണ്ട്, അവർക്ക് ശല്യമില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർക്കും വേറെ പ്രശ്നമില്ല. അവർക്ക് ഒത്തിരി വണ്ടി മാസം 10, 40, 50, 100 വണ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ 100 വണ്ടി ഉണ്ടാവും. നമുക്ക് ഡ്രൈവറെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോണസ് ഉണ്ട്. അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സൂപ്പീരുണ്ട്. സൂപ്പീര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വരുന്നവര് നല്ല ഈ വരുന്നവര് ഒരു 1000 രൂപ ഡെയിലി ഉണ്ടാക്കണം. അതാണ് നമ്മുടെ മൈൻഡ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടുകയുള്ളൂ. നമ്മളെ ചുമ്മാ ആൾക്കാരെ പറ്റിച്ച് കൊണ്ട് തിന്നുമെന്നുള്ള ചിന്ത ചിന്തിക്കണ്ടേ. നമ്മളിവിടെ പണിയെടുക്കുക. നമ്മൾ ഈ 3 ദിവസം വണ്ടി കഴിയും പോലീസ് കൊണ്ടുപോകും. നമ്മുടെ വണ്ടി 150 രൂപ. ഇത് 2025 ഡിസംബർ വണ്ടിയാണ്. നീ സ്റ്റിക്കർ വേണേ കാണിച്ചു കൊടുത്തു. 2025 ഡിസംബർ വണ്ടിയാ. ഈ വണ്ടിയാണ്. ഈ വണ്ടിയുടെ കിലോമീറ്റർ നോക്ക്. കിലോമീറ്റർ ഈ വണ്ടി അന്നേരം ഓടിയെന്ന് കാണിച്ചു കൊടുക്കുക. 24,000. ഈ വണ്ടി 13,000 കിലോമീറ്റർ എനിക്ക് കിട്ടിയതാ. ഇത്ര കിലോമീറ്റർ പോയിട്ട് ഇപ്പൊ ഓടി മുതലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ പല പ്ലാറ്റ്ഫോമിൽ ഓടുന്നതിൽ. അതാ, ഇനി കളി നടക്കൂല. നമ്മൾ ഈ വണ്ടി ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് നമുക്ക് മാത്രമേ കിട്ടാൻ വേണ്ടിയാ. പക്ഷെ ഈ നമ്മുടെ സങ്കടം കൊണ്ട് ഈ കസ്റ്റമേഴ്സ് നമുക്ക് 50-100 വെച്ച് കൂടുതൽ തരുക. നിങ്ങൾ ഇത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഊബർ തരുന്നേക്കാളും 50-100 രൂപ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് മാസം നമ്മളെ പിടിച്ചേക്കുന്നത്. അതായത് ഇപ്പൊ 150 രൂപ ഓട്ടോ ആണ് നമ്മുടെ വണ്ടിയും നമ്മുടെ സെറ്റപ്പും കണ്ടു ആൾക്കാരാണ്. എനിക്ക് ഞാൻ 50 രൂപ കൂടുതൽ. അങ്ങനെ ഇഷ്ടം പോലെ പൈസ എനിക്ക് കിട്ടുന്നു. ടിപ്പ് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഊമ്പിയാനെ ഊമ്പി തന്നെ CNG അടിക്കാൻ പോലും പൈസ വേണ്ട. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ വണ്ടി ഓതിക്കട്ടെ. ഈ 115 രൂപയ്ക്കും 7-8 അല്ല, ഇത് തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ രാത്രി മറ്റേ മെട്രോ കണക്ഷൻ നടക്കുന്നുണ്ട്. ആ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് അങ്ങനെ പോകും. അതായത് നമ്മൾ 150 രൂപയ്ക്ക് നമ്മളൊരു 30-40 മിനിറ്റ് നമ്മുടെ പോവാ. ഊമ്പിയാ പോയി തേഞ്ഞു. തേഞ്ഞു. CNG തീർന്നു.
ഇനിയിപ്പോ നമുക്ക് എന്താണെങ്കിലും റംസാൻ കഴിയുന്നിടം വരെ നോക്കാം. പുതിയതായിട്ട് വരുന്നവര് മാക്സിമം തേർഡ് പാർട്ടിയിൽ ഓടി ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറെ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 1000-1500 കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ ആക്കാം. അത്ര അത് കഴിഞ്ഞ് സൂചിക്കുക. അല്ലാണ്ട് ഇങ്ങോട്ട് ഓടിക്കേറി വന്നു കഴിഞ്ഞാൽ മറ്റേ വാരാന്നുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ വാരിലുണ്ടാവില്ല. എല്ലാവരും കൂടി നിങ്ങളെ വാരിട്ട്, അല്ലെങ്കിൽ പിന്നെ സ്വന്തം വണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ഓടാൻ പറ്റുന്ന വണ്ടി ആയിരിക്കണം. പക്ഷെ ഇതിനകത്ത് വേറെ ഒരു നഗ്നമായ 150 രൂപ. പിന്നെ ഇവിടെ വേറെ സ്വിഫ്റ്റ് ഡിസയർ റെന്റ് ഉണ്ട് ഗൈസ്. അതെടുത്ത് കഴിഞ്ഞുള്ള ഒരു സ്കീം. അതിനകത്തിൽ നമുക്ക് ഈ ഊബറിന്റെ അകത്ത് ഓടേണ്ടി വരും. പിന്നെ 1200 രൂപ റെന്റ്, 800 രൂപ, 900. ഈ 1200 റെന്റും CNG അടിച്ചു കഴിയുമ്പോ നഷ്ടോടാ. സ്വിഫ്റ്റ് എങ്ങനെ നോക്കിയാലും മുതലാവില്ല. അത് നമുക്ക് പണി കിട്ടാൻ നോക്കിയതാണ് സ്വിഫ്റ്റ്. നമ്മള് നോക്കിയിട്ട് അതിന്റെ പ്ലാനും പദ്ധതിയും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പ്ലാൻ അവന്മാര് പറയുന്ന പ്ലാൻ അല്ല. അവന്മാര് ഇതിന്റെ നമ്മൾ വണ്ടി ഹിഡൻ ചാർജ് അവന്മാര് അടിച്ചിടുന്നുണ്ട്. എല്ലായിടത്തും അതുണ്ട്. എല്ലായിടത്തും ഞാൻ നോക്കിയിട്ട് നമ്മുടെ EV-യിൽ മാത്രമാണ് അത്ര വലിയ പ്രശ്നമില്ലാത്തുള്ളൂ. നമ്മുടെ EV-ല് ഇനിയിപ്പോ അർജം പറഞ്ഞ ഓട്ടം 150 രൂപ. ഇവിടെ പിന്നെ വേറൊരു കേസായിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന റൂളും കാര്യങ്ങളും ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ മെച്ചം ഉണ്ടാവില്ല. കുറച്ചൊക്കെ കമ്പനിക്ക് തന്നെ അറിയാം നമ്മൾ അവന്മാരെ വെട്ടിച്ച് വേറെ കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടെന്ന്. അതൊക്കെ എടുത്ത് ഓടി മുതലാക്കണം. അത്ര പക്ഷേ ഫ്ലീറ്റിൽ ഓടുന്ന വണ്ടി അങ്ങനെ കളർ ട്രിപ്പ് നല്ല ഫ്ലീറ്റിൽ ഓടുന്നത് അതിപ്പോ അതല്ലേ നമ്മള് തേഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല. അതിപ്പോ എന്താണേലും നമുക്ക് ട്രിപ്പ് ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ വേറെ റാപ്പിഡോ ഒക്കെ എടുത്തപ്പോഴാണ് നമുക്ക് സംഭവം മനസ്സിലാവുന്നത്. ഊബർ നമ്മളെ തേക്ക് ചാമ്പു ആണെന്ന്. ഊബർ നമ്മൾ കഴിഞ്ഞ ദിവസം റാപ്പിഡോ കിലോമീറ്ററിന് 26 വെച്ചാ ഓടിക്കൊണ്ടിരുന്നത്. ഊബറിന്റെ കഥ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊബറിന്റെ കഥ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വായിക്കുന്ന പോലെ കേൾക്കണ്ടു. അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാല്ലേ. അപ്പം മൂഡ് പോയി. വ്ളോഗ് എടുക്കാനുള്ള മൂഡ് പോലും ഇല്ല. ഇനിയിപ്പോ അപ്ഡേറ്റ് എന്തായാലും അടുത്ത് നമ്മളെന്തായാലും ഈ മറ്റേ നമ്മുടെ ഈ മുസ്ലിംസിന്റെ ഫാസ്റ്റിംഗ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥ. ഊബറിന്റെ അപ്ഡേറ്റ് ഇപ്പൊ നമ്മള് വേറെ ബാക്കിയുള്ള നല്ല ഫ്ലീറ്റുകളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഇത് എത്ര രൂപ കാണിച്ചു കൊടുത്ത്? എത്ര രൂപയാണ് ഇത്? 2 കിലോമീറ്റർ 150 രൂപ. വലിയ കുഴപ്പമില്ലല്ലേ? ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനാ പോണേ പ്രാന്താ പോയാ. എടാ പിക്കപ്പ് 3 കിലോമീറ്റർ, ഡ്രോപ്പ് 2 കിലോമീറ്റർ. ആ പ്രാന്താ പോകാൻ ഞാൻ ഫോൺ വെച്ചപ്പോ. അപ്പൊ എന്താണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ അറിയാവുന്ന വലിയ റെന്റ് ഒന്നും ഇല്ലാതെ ഓടുന്ന ഫ്ലീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരം ആയിക്കോളും. പിന്നെ അതേപോലെ സ്വന്തമായിട്ട് നല്ല ഫ്ലീറ്റ് കണ്ടെത്തെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് പറയാം. എല്ലാ പ്ലാറ്റ്ഫോമിലും ഓടാൻ പറ്റുന്ന ഫ്ലീറ്റുകൾ അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പം നമുക്കൊരു ഉപകാരമാവട്ടെ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് അതിനെ നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് തന്നെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം അത്രയ്ക്ക് മൂടിയില്ല ഗൈസ്, ബ്ലോഗ് ചെയ്യാനുള്ള മൂടയില്ല. അപ്പം അത്രയ്ക്കായിരുന്നു ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പം ഓക്കെ ബൈ ഗൈസ്. പിന്നെ നമ്മുടെ ഫ്ലീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറെ ഫ്ലീറ്റുകളിലുള്ള ഒരു കേസ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പേർക്ക് ഒരു ബെഡ് വെച്ച് കൊടുക്കും അല്ലേ? അങ്ങനെയല്ല. ഇവിടെ മോസ്റ്റ് ഓഫ് ദം ഫ്ലീറ്റില് ഇവരെന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 BHK അല്ലെങ്കിൽ 3 BHK അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കും. ഈ 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഫസ്റ്റോ അങ്ങനത്തെ ബെഡ് കിട്ടും. ഈ ബെഡ് നിരത്തിയിടും. അതായത് 12 അവർ ഡ്യൂട്ടിക്ക് വരുന്ന, അതായത് ഒരു വണ്ടിക്ക് 2 ഡ്രൈവറാ. അതായത് ആ ഒരു ബെഡില് രണ്ട് ഡ്രൈവേഴ്സ്. അതായത് അപ്പൊ പറഞ്ഞാൽ ഇവൻ ഓടിയിട്ട് വന്നു കഴിയുമ്പോ അവനെ ഏറ്റു വെക്കണം. ഇവൻ ഓടിയിട്ട് വന്നു കഴിയുമ്പോ മറ്റവൻ ഏറ്റു വെക്കണം. ഏത്? അവിടെ ഒരു ബെഡിൽ 2 പേര്. അതായത് ഒരു ബെഡിൽ 2 പേരും ഒരു റൂമിൽ മിനിമം ഒരു 10 പേരിലും കാണാം. അതായത് ഒരു 2 BHK സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റില് മിനിമം ഒരു 10-15 പേരുണ്ട്. ഒരു ബാത്റൂമും അതിനകത്ത് 2-3 അങ്ങനെയാണ് ഇവിടെ ഒരു ഒട്ടുമിക്ക തേർഡ് പാർട്ടി ഫ്ലീറ്റും അങ്ങനെയാണ് ഓടുന്നത്. അങ്ങനെയാണ് അവന്മാർ അതിന് ഡെയിലി 100 വെച്ച്, അതായത് ഒരാളുടെ 100 വെച്ച് വാങ്ങിക്കണേ. ഒരു 15 പേര് ഒരു 2 BHK അപ്പാർട്ട്മെന്റ് കിടക്കുന്നു, ഒരു ബാത്റൂം യൂസ് ചെയ്യുന്നു. ഹൈജീൻ ഇഷ്യൂ, അസുഖം, പകർച്ചവ്യാധി, മറ്റേ മറിച്ചത്. അത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഇവന്മാര് ഒരാളുടെ 100 വെച്ച് വാങ്ങിക്കുന്നു. 15 പേര് ഒരു റൂമില് ഡെയിലി 1500 രൂപ. ആ റൂമിൽ ആ 2 BHK ഇവന്മാർക്ക്
മൂലധനം നമ്മൾ നോക്കുന്നില്ല. മൂലധനം ഒരു പ്രസ്ഥാനം നൽകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൂലധനം അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ ഇവന്മാരുടെ വരുമാനം ഈ 15 പേരായിരുന്നു ഒരു ദിവസം മുമ്പ് 1500 രൂപ. ഈ 1000 വായിക്കുന്നതിന്റെ ഇത് 1530 എത്ര വെറുതെ അല്ല, അത് നിങ്ങൾ കാണുന്നവര് കൂട്ടി നോക്കിയോ 1000 രൂപ. പക്ഷെ അതിന്റെ പകുതി പോലും അവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഫ്ലീറ്റില് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ട് ഒരാള് ലീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റവന് കിടക്കാൻ ഇടയില്ല. അവനെ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഈ മറ്റേ കൂടെ വിടുന്ന വണ്ടിക്കകത്ത് കിടക്കും. അല്ലെങ്കിൽ അവൻ ആ ഡ്യൂട്ടി എടുത്തോണം. വേറെ കേക്ക് ഇല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാല് ലീവ് എടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആ ദിവസം റെന്റ് വാങ്ങിക്കും. അവന് ഫുഡ് പോയിസണോ അസുഖ പനി വന്ന് കിടന്നാൽ പോലും അവന്റെ കയ്യിൽ നിന്ന് റെന്റ് വാങ്ങിക്കും. അത് കൂടാണ്ട് അവന്മാരെ വണ്ടി വേറെ ആൾക്ക് റെന്റും കൊടുത്തിടും. ഏത് ഡബിൾ, അതായത് ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാല് അവന്മാർക്ക് ലാഭ. ഈ ഓടാൻ കൊടുക്കുന്നതിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാം. പിന്നെ ഈ ലീവ് എടുത്ത റൂമിൽ റൂം റെന്റും വണ്ടി വാടക വാങ്ങിക്കുക. ഇപ്പൊ നമ്മുടെ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റാതെ നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരുത്തിന്റെ കൊടുത്തു വിടും. എന്നിട്ട് അവന്റെ നിന്ന് കാശ് മേടിക്കും. ലീവ് എടുത്തിരിക്കുന്നവന്റെ നിന്നും കാശ് വാങ്ങിക്കും. അതാണ് പരിപാടി. പക്ഷെ നമ്മുടെ ഫ്ലീറ്റിൽ അങ്ങനെയല്ല. നമ്മുടെ ഫ്ലീറ്റില് ഒരാൾക്ക് ഒരു കട്ടില് വെച്ചോണ്ട് കേസ്. നിങ്ങളുടെ കട്ടില് നിങ്ങളല്ലാതെ വേറൊരു മനുഷ്യൻ കിടക്കൂല. അത് കിങ് സൈസ് ബെഡ്. കിങ് സൈസ് ബെഡ്. അതായത് നമ്മുടെ ഈ വാഗണറിന്റെ വീതിയുള്ള, അതായത് ഈ വാഗണർ 2.5 മീറ്റർ വീതിയാ. ഇത്ര വീതിയുള്ള ബെഡാ നമ്മൾ കൊടുക്കുന്നത്. ആ ബെഡില് നിങ്ങളുടെ സാധനങ്ങൾ വെക്കാനും ഉള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കും. അവിടെ ഒരു മനുഷ്യൻ കയറി കിടക്കൂല. നമ്മുടെ ഒരു റൂമിൽ മാത്രം 7 പേര്, ബാക്കി എല്ലാ റൂമിലും 4 പേര്, 6 പേര്, മാക്സിമം 6 പേരേ ഉള്ളൂ. പിന്നെ വലിയ റൂമാണ് മാത്രം. നമ്മുടെ ചെറിയ റൂമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഫുൾ ഹോൾ ബിൽഡിംഗ് 7 ബെഡ് ഇട്ടിട്ടുണ്ടെന്നേ. 7 ബെഡ് യൂസ് ചെയ്യുന്നില്ലല്ലേ? ഇല്ല, യൂസ് ചെയ്യുന്നില്ല. അത് വെറുതെ ഭംഗി ഇട്ടേക്കുന്നത്. അവിടെ 6 പേരേ ഉള്ളൂ. പിന്നെ ഏട്ടൻ ടോപ്പില് ഒരു റൂമില്ലേ, ആ ടോപ്പില് 3 ബെഡ്റൂമുണ്ട്. അതാണ് ഏറ്റവും നല്ല വൈബ് സ്ഥലം. നിങ്ങൾ കാണാൻ അത് തന്നെ സ്റ്റോറി. അത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ട്. നല്ല വൈബ് സ്ഥലം അത്. നമ്മുടെ റൂമിൽ അങ്ങനെ നമ്മൾ, അതായത് ഇപ്പൊ നീ കിടക്കുന്ന ബെഡിൽ നീ മാത്രമാണ് വേറെ ആരും കയറി കിടക്കുക നിന്റെ സാധനങ്ങളും. പക്ഷെ ഇവിടെ ബാക്കിയുള്ള 90% ഫ്ലീറ്റ് ചെയ്യുന്ന ഇവന്മാർ ഈ 2 BHK അപ്പാർട്ട്മെന്റ് റെന്റ് എടുത്തിട്ട് അവിടെ മറ്റേ മത്തി അടിക്കിടുമ്പോലെ കിടത്തിയിട്ട് അങ്ങനെ പകർച്ചവതി മറിച്ച് അസുഖം. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ ബാംഗ്ലൂരിൽ വരുമ്പോൾ ആദ്യം ബ്ലൂ സ്മാർട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലൂ സ്മാർട്ട് പൂട്ടി പോയി ഞാൻ നാട്ടിൽ പോയിട്ട് 2 മാസം ഞാൻ ഇങ്ങോട്ട് കയറുക. ഞാൻ വെറുതെ ഒരു മറ്റേ ഈ ഫേസ്ബുക്കിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ മെറ്റയുടെ ആട് കണ്ട് ചാടിക്കറി വന്നു. അവിടെ വന്ന് എന്റെ പൊന്നളിയാ ഫുള്ള് കല്ലും കഞ്ചാവും ആയിരുന്നല്ലേ? കല്ലും കഞ്ചാവും അല്ല, പകർച്ചവാദി മൂട്ട പകർച്ചവതി. മറിച്ച് മാങ്ങത്തിൽ ഇല്ലാത്തൊന്നുമില്ല. അസുഖത്തിന്റെ പേട്ട, ഫുഡ് പോയിസൺ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫുഡ് പോയിസണുമായിട്ട് നേരമില്ല. ഞാൻ തോറ്റ് തുന്നം പാടി. 2 ദിവസം ഓടിയ 3-ാം ദിവസം അതായത് 2 ട്രിപ്പ് എടുത്ത് അടുത്ത ഷെല്ലിനെ പമ്പിൽ കയറണം. അതായത് ഇതിനകത്ത് വേറെ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. ഈ ബാങ്കിലെ ഷെല്ലിന്റെ എല്ലാ പമ്പും എനിക്ക് കാണാൻ പാടാം. അതായത് നമ്മുടെ മജസ്റ്റിക്, വൈറ്റ് ഫീൽഡ്, സൗത്ത് വെസ്റ്റ് ഇവിടെയുള്ള എല്ലാ ഷെല്ല് പമ്പുകളിലും എനിക്ക് കാണപ്പെടാം. അതായത് നമുക്ക് ഇങ്ങനെ വൈറ്റില് ഗുളൂട് അടിച്ച് അപ്പൊ തന്നെ ഒറ്റ അടുത്ത ഷെല്ല് പമ്പ്. അത് ആ ഒരു ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ 4 മാസം തേർഡ് പാർട്ടി ഫീൽഡിൽ ഞാൻ വണ്ടി ഓടിച്ചു. ഞാൻ ഏണിങ്സ് ഉണ്ടാക്കി. ഞാൻ ഓടുന്നതുകൊണ്ട് ഞാൻ ഏണിങ്സ് ഉണ്ടാക്കി. പക്ഷെ അവരുടെ സർവീസ് അമ്യൂണിറ്റീസ് ഭയങ്കര വള്ളിയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ ക്രൈറ്റീരിയ എങ്ങനെയാണ്. അവര് നല്ല മാന്യമായ റെന്റ്, നല്ല മാന്യമായ എല്ലാ ഫെസിലിറ്റിയും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. പിന്നെ അവര് നമ്മളെ വിളിച്ച് കാര്യം പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ വീഡിയോ കാണും, നിങ്ങളുടെ വീഡിയോ നല്ല വീഡിയോസ് ആണ്, നമ്മൾ അതുപോലെ ചെയ്യണം, നമ്മൾ നല്ല ആൾക്കാരാണ് നോക്കണേ, നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങളത് നിങ്ങൾ കാണിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾ വരൂ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. പൊളിയാണ്. അങ്ങനെ നമ്മുടെ ഒരു 6 ഡ്രൈവേഴ്സിനെ അങ്ങോട്ട് വിട്ടു. നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അവന്മാര് പറഞ്ഞു. ഇപ്പൊ അവരെ സുഖിച്ചു പറഞ്ഞു. എല്ലാം നല്ല സത്യം പറഞ്ഞ കരിമ്പുത്തം വണ്ടി. അതിലൊരു മിച്ചക്കണത്തിന്റെ വണ്ടിയാണ് എനിക്ക് തന്നത് ഈ വണ്ടി. അതായത് ഓടി നടക്കാൻ നല്ല വണ്ടി. അവരെല്ലാം
സന്തോഷമായിട്ട് ഓടുന്നു. ആ അതായത് കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു 10 രൂപ അടുത്ത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അത് മതി നമുക്ക് ഒരാൾക്ക് ഒരു കട്ടിലും ഒരലമാരയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റൂമിന്റെ അകത്തിലാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ റൂമിൽ മാക്സിമം റൂമില് നമ്മുടെ റൂമിൽ മാക്സിമം 7 പേര്, മാക്സിമം 6 പേരേ ഉള്ളൂ. മിക്കവാറും ബാക്കിയുള്ള ബെഡ് ടൈപ്പിൽ അങ്ങനെ ആളോ നമ്മളെ കിടത്താറില്ല. മാക്സിമം 4 പേര്. ചെറിയ റൂമിൽ നിങ്ങളുടെ എന്റെ റൂമിൽ ഞങ്ങൾ 4 പേരുള്ളൂ മൊത്തം. സാധാരണ ഒരു നോർമൽ 1 BHK പോലത്തെ ഒരു റൂമില് 4 പേര്. നീ ആ റൂം ഒന്ന് കണ്ടല്ലേ? ആ റൂം ഫുട്ബോൾ പോലെ അല്ലേ? വലിയൊരു ഹാള്, കിച്ചണ്, ബാത്റൂം. ആ ബാത്റൂം കേട്ട് അപ്പം പുതിയതായിട്ട് വരുന്നവരാണ്, തേർഡ് പാർട്ടി നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലീറ്റിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അതങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിശ്വാസമുള്ളവർ മാത്രം വന്നാൽ മതി. നമ്മൾ ആരും എല്ലാരും എടുക്കത്തില്ല. എല്ലാരും നമ്മൾ എടുക്കും. നമ്മൾ ഇതിനകത്ത് നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളോട് ഇതിനകത്ത് പക്കയായിട്ട് ഫിൽട്ടർ ചെയ്താൽ നമ്മൾ ആക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് കാരണം നമ്മൾ കൊടുക്കുന്ന അമ്യൂണിറ്റീസ് അതുപോലെയാണ്. അവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് ഇപ്പൊ എങ്ങോട്ടും കറങ്ങാൻ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ